ശബരിമല സ്വർണ്ണക്കവർച്ച സ്ഥിരീകരിച്ച് അന്വേഷണ സംഘം. പരിശോധനാ ഫലത്തിന്റെ വിശദാംശങ്ങൾ പുറത്ത്. സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതായി കണ്ടെത്തൽ. 1998 പൊരിഞ്ഞ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞു. ദ്വാരപാലക കട്ടിളപ്പാളികളിലാണ് വ്യത്യാസം കണ്ടെത്തിയത്. കൂടുതൽ ഉരുപ്പടികളിൽ വ്യത്യാസം കണ്ടെത്തിയോ എന്നതിൽ വ്യക്തതയില്ല. പരിശോധനാ ഫലം നാളെ റിപ്പോർട്ടായി ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, അളവിൽ കുറവ് കണ്ടെത്തിയിരിക്കുകയാണ് പരിശോധനാ ഫലം. ഈ പരിശോധനാ ഫലമാണ് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. മറ്റ് കണ്ടെത്തൽ എന്തൊക്കെയാണ് പ്രധാനമായും? തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ശാസ്ത്രീയ പരിശോധനയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഇന്നലെ തന്നെ SITക്ക് കൈമാറുകയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും തെളിയിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. വലിയ രീതിയിൽ ഇത്തരത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അളവ് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് ADGP H. വെങ്കിടേഷ് കോടതിയിൽ സമർപ്പിക്കും. നാളെയായിരിക്കും ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചു കൊണ്ടുവന്ന ഈ സ്വർണ്ണപ്പാളികളിലാണ് വലിയ രീതിയിലുള്ള കുറവുണ്ടെന്ന ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത്. ദ്വാരപാലക പാളികളിൽ സ്വർണം കുറവ് വന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. 1998 സ്വർണം പൊതിഞ്ഞ മറ്റു പാളികളുമായി താരതമ്യ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം കണ്ടെത്തിയതും എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് വന്നിരിക്കുന്നത്. അത്തരത്തിലൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നു. അതിൽ കൃത്യമായി സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ട് എന്നൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. അത് എത്രയാണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BSSCയിൽ നടത്തിയ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പരിശോധനാ ഫലം നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിശദാംശങ്ങളാണ് ദിസ്ന സുരേഷ് നൽകിയത്.